സുഹൃത്തുക്കളെ നമസ്കാരം. പല നേന്ത്രവാഴ കർഷകരും പറയുന്നൊരു പരാതിയാണ് കന്ന് പൊടിക്കാനുള്ള താമസം. ഒരു താമസവും ഇല്ല, ഒരു പ്രശ്നമില്ല സുഹൃത്തുക്കളെ. നമ്മൾ കുഴിയിലേക്ക് കന്ന് വെച്ചതിന് ശേഷം കുറച്ച് മണ്ണൊക്കെ ഇട്ട് മൂടി ഒരു നന കൊടുക്കണം. നന കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുല്ല് ഉണങ്ങിയതോ കുറച്ച് കരിയില വേസ്റ്റുകളോ ഒക്കെ. ഏറ്റവും നല്ലത് പുല്ലാണ്. ഈ പോളപ്പില്ലുണ്ടല്ലോ, നമ്മൾ പുരയിടമൊക്കെ വൃത്തിയാക്കുന്ന പുല്ല്. ഈ പുല്ല് ചുറ്റിനും വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിന് തന്നെ ഒരു ആവി ഉണ്ടാവും. വൈക്കോല് നല്ലതാണ്, അതൊക്കെ കിട്ടാത്ത ഒരു പുല്ല് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഈ ആവി ഒരു ഹ്യൂമിഡിറ്റി, അപ്പോൾ ഈ ഒരു ഹ്യൂമിഡിറ്റിയിൽ ഇരുന്നതിന് ശേഷം വാഴക്കന്ന് പൊടിച്ച് കയറിക്കോളും. ഞാൻ അങ്ങനെയാണ് വാഴക്കന്നുകളെല്ലാം പൊടിപ്പിക്കുന്നത്. നമ്മൾ വയ്ക്കുന്ന കന്നുകളിൽ 95% പൊടിക്കാറുണ്ട്. കന്ന് വയ്ക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. 1.5 അടി താഴ്ച, 1.5 അടി വീതി. ആ കുഴിയിൽ കൃത്യമായിട്ട് രാജ്ഫോസ്, മസൂറി ഫോസ്. എല്ലുപൊടി മേടിക്കാൻ പറ്റാത്തവരാണ് രാജ്ഫോസും മസൂറി ഫോസ് രണ്ടും ഒരേ ഫംഗ്ഷനാണ്. അപ്പം ചിലവ് കുറഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷം കന്ന് വയ്ക്കുക. കന്ന് ഒരാഴ്ചത്തെ ഉണക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം വയ്ക്കാൻ. എന്തെങ്കിലും ഒരു കീടനാശിനി മുക്കണം. അല്പം ചാരവും കുഴിയിൽ വിതറി കൊടുക്കുകയാണെങ്കിൽ കന്ന് പെട്ടെന്ന് തന്നെ പൊടിച്ച് കയറും, ചാരത്തിൻ്റെ ഒരു പുളിപ്പടിച്ച്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണമൊത്ത കന്നാണോ പൊടിച്ചേക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കാൽമുട്ട് പൊക്കത്തിന് വരുമ്പോഴാണ് ഇല വിരിഞ്ഞിറങ്ങുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അത് നല്ലൊരു പൊടിപ്പ് വന്നേക്കെയാണ്, നല്ലൊരു മുകളം വന്നേക്കെയാണ് ആ കന്നിന്. കാരണം ഇനി അങ്ങോട്ട് വളപ്രയോഗത്തിലൂടെ വലിയൊരു വാഴയായിട്ട് അത് മാറുകയും കുല വരികയും ചെയ്യും. കന്ന് വന്നു കഴിഞ്ഞാൽ, കന്നിന് ഒരു 3 ഇല വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും അടുത്ത ടെൻഷനാണ്. ഇലകളിലെല്ലാം തന്നെ ഈ പൊള്ളൽ പോലെ കറുത്ത അടയാളം. ഒരുപാട് പേര് കൃഷി ഓഫീസറുടെ ചോദിക്കുകയുണ്ടായി. അങ്ങോട്ട് ഫോൺ ചെയ്ത് ചോദിക്കും, ഇങ്ങോട്ട് ഫോൺ ചെയ്ത് ചോദിക്കും. ഈ വാഴകളിലെല്ലാം ഉണ്ട്, കണ്ടില്ലേ? എന്താണ് ഈ കറുത്ത അടയാളം? അത് കന്നിനകത്തിരുന്ന് ഇലഭാഗം ഒന്ന് വാടുന്നതാണ്, കരിയുന്നതാണ്. ഇതിനാരും കീടനാശിനി അടിക്കാനായിട്ട് നിൽക്കണ്ട. ഇത് സ്വമേധയാ മാറിക്കോളും. 5-6 ഇല വരുന്ന സമയത്ത് ഇത് സ്വമേധയാ മാറിക്കോളും. നമ്മളൊരു വളക്കടയിൽ ചെന്ന് പറയുകയാണെങ്കിൽ അയ്യോ ഇത് ഇല കരിച്ചിലാണെന്നും പറഞ്ഞ് നമുക്ക് സിൽറ്റ് പോലെയുള്ള മരുന്നുകളൊക്കെ തരും. അപ്പോൾ അത് നമ്മൾ കൊണ്ടുവന്ന് കലക്കി ഇതിനെല്ലാം തെളിക്കാറുണ്ട്. അതുകൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല, അത് ചെയ്യേണ്ട കാര്യമില്ല. കന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പൊടിച്ച് കയറിക്കോളും. നിങ്ങൾ കാണുമ്പോൾ അറിയാം ഈ കന്നിൻ്റെ ഒരു ആരോഗ്യമുള്ള ഒരു കന്നാണ്, ഞാൻ വെച്ച ഒരു കന്നാണ്, ആരോഗ്യമുള്ള കന്നാണ്. ജൈവവളമാണ് കൊടുത്തേക്കുന്നത്, അടിയിൽ കമ്പോസ്റ്റൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ കന്ന് ഇത്ര വളർച്ച എത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്നാണ്. വാഴ ഒരു 3 മാസ കാലയളവിൽ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്തിനാണ് ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ കൊടുക്കുന്നത്? വാഴയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ നിർവഹിക്കുന്ന വസ്തു എന്ന് പറയുന്നത് അതിൻ്റെ വേരുകളാണ്. വാഴ നിൽക്കുന്ന ഒരു ഭാഗത്ത് നല്ല വേരോട്ടം ഉണ്ടാക്കുന്നതിനായിട്ടുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. കുമ്മായം എല്ലാം കൊടുത്ത് മണ്ണ് നല്ല കണ്ടീഷനാക്കി കൊടുക്കണം. വേരോട്ടം വേണം. വാഴയ്ക്ക് മേൽവേരുകളാണ് ഓടുന്നത്, അടിവേരുകളല്ല, തായ് വേരുകളൊന്നുമല്ല. മേൽവേരുകൾ മാക്സിമം ചുറ്റിനും ഓടുകയാണ് ചെയ്യുന്നത്. ചുറ്റിനും ഓടിയിട്ട് അവിടെയുള്ള വെള്ളവും വളവും കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കും. എന്നാൽ മാത്രമേ വാഴ നല്ല സ്ട്രോങ് ആവൂ. അപ്പം വാഴയുടെ ചുറ്റിനും മണ്ണ് ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ലൊരു ബെഡ് പോലെ വേരുകൾക്ക് ഓടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വേരോടുന്ന ഈ പ്രായത്തിൽ വേരുകൾ ശക്തമാകണം. എന്തിനാ വേരുകൾ ശക്തമായാലേ വാഴ പിന്നെ സ്ട്രോങ് ആവും. അപ്പം വേരുകൾ ശക്തമാകുന്നതിന് ഫോസ്ഫറസ് വേണം. അപ്പം നമ്മൾ ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങളാണ് ആദ്യത്തെ 1-2.5 മാസത്തോളം വാഴകൾക്ക് കൊടുക്കേണ്ടത്. അപ്പം വാഴ നല്ല വേരുകൾ സ്ട്രോങ് ആക്കി നല്ല ശക്തമായിക്കോളും, ഓട്ടോമാറ്റിക്കായിട്ട് വളർന്ന് പൊങ്ങിക്കോളും. ഫോസ്ഫറസ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുഴിയിൽ നമ്മൾ എല്ലുപൊടി കൊടുക്കും. ഇനി കുഴിയിൽ കൊടുക്കാത്ത ആൾക്കാരെ വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലുപൊടി ചുറ്റിനും ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ എല്ലുപൊടിയൊക്കെ കൊടുത്താൽ ഒരുപാട് ചിലവാകും. എല്ലുപൊടിക്ക് 40-42 രൂപയാണ്. ഒരുപാട് ചിലവാകുമെന്ന് വിഷമമുള്ള ആൾക്കാർ മസൂറി ഫോസ്, രാജ്ഫോസ്, പിന്നെ ഫോസ്ഫറസ് അടങ്ങിയ മറ്റ് വളങ്ങളുണ്ട്. ഫോസ്ഫറസ് ഇലയിൽ തെളിക്കുന്ന കണ്ടൻറ്റുകളുണ്ട്, അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. രാജ്ഫോസ്, മസൂറി ഫോസ് ഇത് തനി മണ്ണ് പൊടിച്ചതാണ്. മണ്ണാണത്, അത് രാസമൊന്നുമല്ല, അത് മണ്ണാണ്. അപ്പോൾ ഈ മണ്ണിൽ ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ വാഴയ്ക്ക് ചുറ്റും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേരോട്ടം നന്നായിട്ട് വരും, വാഴ നല്ല സ്ട്രോങ് ആവും, വേരുകൾ സ്ട്രോങ് ആവും. അപ്പോൾ ഇത് 50 കിലോയുടെ പാക്കറ്റ് എന്ന് പറയുന്നത് 500 രൂപയിൽ താഴെയാണ്. പക്ഷേ പല പ്രാദേശിക കടക്കാരും ഇത് 550, 560 ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരു 2-3 മാസം 500 രൂപയ്ക്ക് 50 കിലോ ഉള്ള ഒരു ചാക്ക് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വാഴയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇനി കുറേ അധികം വാഴകൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടതായി ഉണ്ടെങ്കിൽ ഒന്ന് കലക്കണം ഇതിനെ. വെറും തൂളി പൊടിയാണ്, അപ്പോൾ പൊടി കണക്ക്. അപ്പോൾ ഇതിനെ ഒന്ന് കലക്കിയതിന് ശേഷം വാഴയുടെ ചുറ്റിനും ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. അത് 1-2 തവണ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും. വാഴയുടെ താഴ്ഭാഗം, വാഴയ്ക്ക് മണ്ണിനോട് ചേർന്നിരിക്കുന്ന ആ തണ്ട് ഭാഗത്ത് ഇങ്ങനെ ക്രമേണ കനം കൂടി വരും. അപ്പം ഒരുവിധം മാന്യമായിട്ടുള്ള ലക്ഷണമൊത്ത ഒരു വാഴയുടെ ലക്ഷണം എന്ന് പറയുന്നത് മണ്ണിനോട് ചേർന്ന ഭാഗം തൊട്ട് മുകളിലേക്ക് വരുമ്പം കനം കൂടി കനം കുറഞ്ഞ് അങ്ങനെ ഒരു പൂക്കുറ്റി പോലെ വരും. ഇലകൾ 2 ഭാഗത്തും ആവശ്യം പോലെ വിരിഞ്ഞിറങ്ങും.
വാഴയ്ക്ക് നേന്ത്രവാഴയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറയുന്നത് ഒന്ന് വെള്ളം, രണ്ടാമത്തത് സൂര്യപ്രകാശം, 3 മാത്രമേ ഉള്ളൂ വളങ്ങളുടെയൊക്കെ സ്ഥാനമൊന്നും. അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ 2 വാഴകളുടെ കൈകൾ തട്ടാത്ത തരത്തിൽ വാഴകൾ വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്ത് പോയെങ്കിലും നിങ്ങൾ പേടിക്കണ്ട. അടുത്ത് പോയെങ്കിലും നിങ്ങൾക്ക് ഈർപ്പമെല്ലാം നന്നായിട്ട് കൊടുത്ത് അപ്പുറം ഇപ്പുറം തട്ടുന്ന ഇലകളൊക്കെ വേണമെങ്കിൽ അറ്റമൊക്കെ ഒന്ന് ഞറുക്കി കൊടുത്ത് അങ്ങനെയൊക്കെ നമുക്ക് വാഴകളെ നല്ല സ്ട്രോങ് ആയിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ രാജഫോസ് മസൂറിഫോസാണ് ഈ വേരുകളുടെ വളർച്ചയ്ക്കായിട്ട് കൊടുക്കുന്നത്. ഇനി തണ്ടുകളൊക്കെ നന്നായിട്ട് വളരണം, കൂടുതൽ കൂമ്പുകൾ വിരിഞ്ഞിറങ്ങണം. 22-23 ഇല ഒരു വാഴയിൽ വിരിഞ്ഞാൽ മാത്രമേ അടുത്ത ഇല കൊലയായിട്ട് വരൂ. അപ്പം നല്ല വിസ്താരത്തിനുള്ള ഇലകൾ വേണം, എന്നാൽ മാത്രമേ കൊലകൾ നല്ല സ്ട്രോങ് ആവൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. ഇലകൾ മാത്രം വിരിഞ്ഞാൽ പോരെ, ഇലകൾ നല്ല പച്ചപ്പ് വേണം. അപ്പം പല മണ്ണുകളിലും ഇങ്ങനെയുള്ള പോഷകങ്ങളും ഘടകങ്ങളും മൂലകങ്ങളും ഒന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുറമേ നിന്ന് കൊടുത്തു പറ്റൂ. ജൈവവളം മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ എന്നും പറഞ്ഞ് വാശി പിടിച്ചിരുന്നിട്ട് വാഴക്കൃഷി വിജയിച്ചു എന്ന് വിചാരിക്കാൻ പറ്റില്ല. നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പുറമേ കൊടുക്കണം. അതിൽ വേണ്ടതെന്ന് പറഞ്ഞ് വാഴയ്ക്ക് ഒരുപാട് മൂലകങ്ങൾ വേണം. പൊട്ടാസ്യം വേണം, സിങ്ക് വേണം, സൾഫർ വേണം, കാൽസ്യം വേണം, അയഡിൻ വേണം, ബോറോൺ വേണം. അപ്പോൾ ഇതൊക്കെ അടങ്ങിയ സപ്ലിമെൻറ്റുകളെല്ലാം കിട്ടും. KVKയുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഞാൻ പല വീഡിയോകളിലും പറഞ്ഞതാണ്, അയർ എന്ന് പറയുന്നത്. ഇത് 2ാമത്തെ മാസം 50 ഗ്രാമും 5ാമത്തെ മാസം 50 ഗ്രാം കൊടുക്കണം. ഇതിനകത്ത് കാൽസ്യം, ബോറോൺ, സിങ്ക്, പൊട്ടാസ്യം, അയഡീൻ എല്ലാം ഉണ്ട്, സൾഫർ, എല്ലാ വാഴയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാൽ മാത്രമേ വാഴ നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നു വരികയുള്ളൂ. ഇനി വാഴ ഇലയ്ക്ക് നല്ല പച്ചപ്പ് വേണം. നല്ല ഇലകളുണ്ടെങ്കിലേ നല്ല കൊലയാവും. അപ്പം വാഴ ഇലയ്ക്ക് പച്ചപ്പ് കുറവുള്ള ആൾക്കാർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് കടകളിൽ വാങ്ങാൻ കിട്ടും. മഗ്നീഷ്യം സൾഫേറ്റ് മേടിച്ചിട്ട് 50 ഗ്രാം ചുവട്ടിലൊന്ന് ചുറ്റിനും ഇട്ട് കൊടുത്ത് നന്നായിട്ട് നനച്ചു കൊടുക്കണം. അപ്പോൾ വാഴയിലകൾ ഇതൊക്കെ ഒരു 3 ആഴ്ചയോളം എടുക്കും ഈ വളങ്ങളുടെ എല്ലാം എഫക്റ്റ് വാഴയ്ക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനി പെട്ടെന്ന് നിങ്ങളുടെ വാഴയ്ക്ക് ഒരു ഗ്രോത്ത് വേണമെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് കാൽസ്യം, ബോറോൺ, മഗ്നീഷ്യം ഇതൊക്കെ ഇലകളിൽ തളിക്കുന്ന ടൈപ്പുണ്ട്. അത് മേടിച്ചിട്ട് വാഴ ഇലകളിലൊന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇലകളുടെ മുകളിലും താഴെയും തളിക്കണം. സൂര്യപ്രകാശമുള്ള സമയത്ത് തളിക്കാൻ നിൽക്കരുത്. എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ വെയിലില്ലാതെ പ്രകാശം മാത്രമുള്ള രാവിലെകളിലും വൈകുന്നേരങ്ങളിലുമാണ് തളിക്കേണ്ടത്. ഇനി തളിക്കാൻ പാടുള്ള ആൾക്കാർ ചുറ്റിനും ഇട്ട് കൊടുക്കുന്ന തരത്തിലുള്ള വളങ്ങളുമുണ്ട്. അപ്പം ഈ മഗ്നീഷ്യം സൾഫേറ്റും ബോറോണും കാൽസ്യവും സെപ്പറേറ്റ് ആയിട്ട് വാഴകൾക്ക് കൊടുക്കാൻ ആരും മറക്കരുത്. ഇനി നിങ്ങളുടെയൊക്കെ തോട്ടത്തിൽ അധികം ആരോഗ്യമൊന്നും ഇല്ലാത്ത വാഴകൾ നിൽക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം? വാഴയുടെ ചുറ്റിനും അല്പം ഒന്ന് മണ്ണിളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 150 ഗ്രാം കുമ്മായമോ പച്ചക്കക്കയോ ചുറ്റിനും ഇട്ട് കൊടുക്കണം. നന്നായിട്ട് നനച്ചു കൊടുക്കണം. 15 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത വളം കൊടുക്കണം. രാസവളം കൊടുക്കുന്ന ആൾക്കാർ വാഴയ്ക്ക് ഒരു 3 മാസം ആകുമ്പോൾ ഒരു 200 ഗ്രാം പൊട്ടാഷ്യം, 150 ഗ്രാം യൂറിയയും 2 അടി മാറിയിട്ട് കൊടുക്കണം. വാഴയുടെ തൊട്ട് ചുവട്ടിലൊന്നും ഈ ഒരു വളങ്ങളും കൊടുക്കരുത്, നല്ല ചൂടാണ്. എന്നിട്ട് ക്രമേണയായിട്ട് നനച്ചു കൊടുക്കണം. അപ്പോൾ ഈ വളങ്ങൾ വാഴ നന്നായിട്ട് വലിച്ചെടുത്തോളും. കാൽസ്യവും ബോറോണും വാഴ കൃഷിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. വാഴ ഇലകൾ വിരിഞ്ഞിറങ്ങാനുള്ള താമസം, വെള്ള നിറത്തിൽ കൂമ്പുകൾ വരിക, പിന്നെ വാഴ ഇലകൾ ചുരുണ്ടു പോവുക. അപ്പം നമ്മൾ ബ്ലേഡൊക്കെ കെട്ടി ഇത് മുറിക്കാനായിട്ട് നടക്കണം. അപ്പോൾ ഇങ്ങനെയൊന്നും ആരും നടക്കണ്ട. കാൽസ്യം സംയുക്തം ഇലകളിൽ തളിക്കുന്നുണ്ട്, അത് മേടിച്ച് കൊടുക്കണം. ഈ ബോറോണിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വാഴയുടെ വേരുകൾ മുതൽ കുല വരെ സ്ട്രോങ് ആക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ബോറോൺ എന്ന് പറയുന്നത്. അല്പം മതി, പക്ഷേ നമ്മളത് കൊടുത്തേ മതിയാവും. അപ്പോൾ ഇത് കൊടുത്താൽ വാഴയിലെ തണ്ടിലെ സെല്ലുകൾ, ഇലകളിലെ ഞരമ്പുകൾ എല്ലാം തന്നെ സ്ട്രോങ് ആവും. വാഴയ്ക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിച്ച് വാഴയിലെ തണ്ടിലെ എല്ലാ അപാകതകളും പരിഹരിച്ച് വളങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിനും ആഹാരത്തെ വാഴയുടെ പല ഭാഗങ്ങളിൽ എത്തിക്കുന്നതിനും ഈ ബോറോൺ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് ആരും മറക്കരുത്. പിന്നെ ഒരു 3-4 മാസമാകുന്ന സമയത്ത് ഏതെങ്കിലും കീടനാശിനികൾ തളിച്ചു കൊടുക്കണം, തണ്ടുകളിലും ഇലകളിലും. തടപ്പുഴുവിനെ തടയാനായിട്ടാണ്. തടപ്പുഴു കയറി നമ്മുടെ കംപ്ലീറ്റ് കൃഷിയും നശിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ബാർ സോപ്പ്, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം വാഴയുടെ കവിളുകളിൽ വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. വേപ്പെണ്ണ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു മാക്സിമം ഡൈല്യൂട്ട് ചെയ്ത് മാത്രം ഉപയോഗിക്കുക. കാരണം വാഴയുടെ ഇളം നാമ്പുകൾ അഴുകിപ്പോകാൻ വേപ്പെണ്ണ കാരണമാകും. അതുകൊണ്ട് തന്നെ മാക്സിമം ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം വേപ്പെണ്ണ തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്.
സുഡോമോണസ് ഇലകളിലും തണ്ടുകളിലും തളിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതിരോധ കീടനാശിനികൾ തളിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ വാഴ നല്ല സ്ട്രോങ് ആയിട്ട് വളർന്നു. ജൈവവളം കൊടുക്കുന്ന ആൾക്കാരുടെ ഒരു കാര്യം പറയാം. ജൈവവളം കൊടുത്തിട്ട് വാഴയൊക്കെ അധികം സ്ട്രോങ് അല്ലാതെ നിൽക്കുന്ന ആൾക്കാർ നല്ല കോഴിക്കാഷ്ടം 2 കുട്ട വെച്ച് വാഴയ്ക്ക് ചുറ്റിനും ഇട്ട് കൊടുക്കണം. കോഴിക്കാഷ്ടം എന്ന് പറഞ്ഞാൽ കോഴി ഇടുന്ന ആ ടൈമിലുള്ള സാധനമല്ല. നന്നായിട്ട് ഉണങ്ങിപ്പൊടിഞ്ഞതിന് ശേഷം, ഉണങ്ങിപ്പൊടിഞ്ഞത് മാത്രമേ കൊടുക്കാവൂ. വാഴയിൽ നിന്ന് 1.5 അടി മാറി ചുറ്റിനും ഇട്ടതിന് ശേഷം നന്നായിട്ട് നനച്ചാൽ വാഴയ്ക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. ഇനി അതിൻ്റെ കൂടെ ഇരട്ടി ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ ആ കോഴിക്കാഷ്ടത്തിൽ തന്നെ അല്പം യൂറിയയും അല്പം പൊട്ടാഷ്യം മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊടുത്തതിന് ശേഷം വാഴയുടെ ചുവട്ടിലിട്ട് കൊടുത്ത് നനയ്ക്കുകയാണെങ്കിൽ സൂപ്പറായിട്ടുള്ള ഒരു ഗ്രോത്ത് വാഴയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കോഴിക്കാഷ്ടം കൊടുക്കുന്ന സമയത്ത് നനയ്ക്കുമ്പോൾ ആ കോഴിക്കാഷ്ടം ഡയറക്റ്റായിട്ട് വാഴയുടെ തൊട്ട് ചുവട്ടിൽ ഒലിച്ചിറങ്ങാതെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം. വാഴ കൃഷിയിൽ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളത്തിൻ്റെ ചിലവാണ്. യൂറിയ, പൊട്ടാഷ്, പിന്നെ മസൂറിഫോസ്, രാജിഫോസ്, ഫാക്ടംഫോസ്, 18, 18, 19 എന്നൊക്കെ പറയുന്ന വളങ്ങൾ മാന്യമായിട്ടുള്ള വിലയുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ അതിജീവിക്കാം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. 19, 19ൻ്റെയൊക്കെ ജലത്തിൽ ലയിപ്പിച്ച് വാഴ ഇലകളിലും തണ്ടിലും തളിക്കുന്ന സംയുക്തങ്ങൾ നമ്മുടെ കടകളിൽ മേടിക്കാൻ കിട്ടും. 1 കിലോ മേടിക്കുകയാണെങ്കിൽ 200 ലിറ്റർ വെള്ളത്തിൽ അത് കലക്കാൻ പറ്റും. 200 ലിറ്റർ വെള്ളത്തിൽ കലക്കുകയാണെങ്കിൽ ഒരു 100 വാഴകൾക്ക് നമുക്ക് കൊടുക്കാം. വാഴ കൃഷിയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതാക്കുന്ന ഒരു മെത്തേഡ് ഇതാണ്. 18, 18, 19, 19 ഇതൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇലകളിൽ തളിക്കുന്നത് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ച് തന്നെ മേടിക്കണം. കടക്കാർ ചുവട്ടിലിടുന്ന 19ഉം 18ഉം എല്ലാം എടുത്തു തരും. അപ്പോൾ ഇലകൾ തളിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞതിന് ശേഷം ചെറിയ കുപ്പികളായാലും മതി. 10ഉം 15ഉം വാഴ വെച്ചിട്ടുള്ളവർക്ക് ചെറിയ കുപ്പികളായാലും മതി. അല്ലാത്തവരൊക്കെ ഏതെങ്കിലും സ്പ്രേയറൊക്കെ ഉപയോഗിച്ചതിന് ശേഷം പശയൊക്കെ ചേർത്ത് അടിക്കുന്നതുമുണ്ട്. ഇലകളിൽ നമുക്ക് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ വാഴയ്ക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും. ചൂടിനെ അതിജീവിക്കാനായിട്ട് വാഴയുടെ ചുവടുകളിൽ തോലുകൾ വെട്ടിക്കൂട്ടി കൊടുക്കുന്നവരുണ്ട്. നല്ല ഒരു ഐഡിയയാണ്. അപ്പോൾ ഈ തോലുകൾ വെട്ടിക്കൂട്ടി കൊടുക്കുകയാണെങ്കിൽ വാഴയ്ക്ക് വേരോടുന്നതിനുള്ള പ്രതലം അവിടെ രൂപപ്പെടുകയും ചെയ്യും. വാഴയ്ക്ക് അധികം ചൂടും അടിക്കാറില്ല. കുറച്ച് ജലം സംഭരിച്ചു വയ്ക്കാനും പറ്റും. ഇനി വാഴയുടെ ചുവട്ടിലായിട്ട് ഒരു വരി തൊണ്ട് അടുക്കി കൊടുത്ത് മണ്ണിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ ജലത്തിൻ്റെ അംശം ഒരുപാട് നാൾ നിലനിർത്താൻ നമുക്ക് സാധിക്കും. അതുമാത്രമല്ല, സിലിക്ക എന്ന് പറയുന്ന ഒരു മൂലകം ഇപ്പോൾ കടകളിലെല്ലാം തന്നെ ലഭ്യമായിട്ടുണ്ട്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ 1 മാസം വരെ വെള്ളത്തിൻ്റെ കണ്ടന്റിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് ഇതിനുണ്ട്. അതൊക്കെ ഇപ്പം നമ്മുടെ വിപണിയിൽ ലഭ്യമായിട്ടേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ അതൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നമ്മുടെ വാഴ കൃഷിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് എടുക്കാനായിട്ടുണ്ട്. മീനിൻ്റെ വേസ്റ്റുകൾ, കോഴി വേസ്റ്റുകൾ വാഴയ്ക്ക് ചുവട്ടിലിട്ട് മണ്ണ് മൂടുന്നത് വളരെ ഉപയോഗം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് മീനിൻ്റെ വേസ്റ്റുകളിൽ. ഈ ലോകത്തുള്ള എല്ലാ മൂലകങ്ങളും മീനിൻ്റെ വേസ്റ്റുകളിലുണ്ട്. അത് വാഴയ്ക്കും അത്യാവശ്യമാണ്. വാഴ നല്ല ഗ്രോത്തിൽ വരും. ഇനി വാഴയെല്ലാം ചൂടിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചുറ്റിനും നമ്മൾ പഴയ ചൂട്ടുകൾ വെച്ച് കെട്ടി കൊടുക്കുന്നത്. വാഴ തടകൾ ചേർത്ത് വെച്ച് പിടിച്ച് കെട്ടുന്നത്, ചൂട്ട് വെച്ച് കെട്ടി കൊടുക്കുന്നത് വാഴയ്ക്ക് വെയിലിൽ നിന്ന് രക്ഷ നേടുന്നതിനാണ്. അപ്പോൾ ഇങ്ങനെ ചൂട്ട് വെച്ച് കെട്ടിക്കൊടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ചൂട്ടിനിടയിലൂടെ തടപ്പുഴു, അതായത് തടപ്പുഴുവിൻ്റെ മാതൃവണ്ട് കയറി അകത്ത് മുട്ടയിടാതിരിക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. വാഴയില ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് വിരിയുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. വിരിയുന്നില്ലെങ്കിൽ അപ്പോഴും തന്നെ ഉടനടി ഇലകളിൽ തളിക്കുന്ന കാൽസ്യവും ബോറോണും കൊടുക്കണം. അപ്പോഴും നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റും. വാഴയിലകൾ വളരെ പെട്ടെന്ന് പൂക്കുറ്റി പോലെ വിരിഞ്ഞ് ഇറങ്ങാനായിട്ട് തുടങ്ങും. ഈ വാഴയ്ക്ക് നനയ്ക്കുന്നത് എങ്ങനെയെന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. വാഴയ്ക്ക് നനയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ, വാഴ നല്ല ഒരു വളർച്ച പെട്ടെന്ന് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ആഴ്ച വാഴയ്ക്ക് തുള്ളി വെള്ളം കൊടുക്കാതിരിക്കണം. തൊട്ട് തന്നെ ഒരു നല്ല ഒരു നന, അത് വാഴയുടെ ഇലയും തണ്ടും ഫുള്ള് നനയുന്ന തരത്തിൽ അടിയിൽ കുറച്ച് ഫാക്ടംഫോസ് കൊടുക്കാമെങ്കിൽ അത്രയും നല്ലത്. ഇട്ടതിന് ശേഷം നല്ലൊരു നന കൊടുക്കുകയാണെങ്കിൽ, മണ്ണെല്ലാം നന്നായിട്ട് നനയണം. നന കൊടുക്കുകയാണെങ്കിൽ വാഴയ്ക്ക് ദ്രുതഗതിയിലുള്ള നല്ല ഒരു വളർച്ച കിട്ടും. ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, നമ്മളായാലും വെള്ളം കുടിക്കാതിരുന്നിട്ട് കുറച്ച് വെള്ളം കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ആവേശമെല്ലാം ഉണ്ടാവത്തില്ല. അതേ ഒരു ഐഡിയ തന്നെയാണ് ഈ വാഴകൾക്കും ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു നന കൊടുത്തതിനിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കുറച്ചുകൂടെ ഫാക്ടംഫോസ് കൊടുക്കാം, അല്ലെങ്കിൽ യൂറിയയോ പൊട്ടാഷോ കൊടുക്കാം. അപ്പോൾ യൂറിയ, പൊട്ടാഷ് കൊടുക്കുന്ന ആൾക്കാർ യൂറിയയുടെയും പൊട്ടാഷിൻ്റെയും അളവ് കൂടാതിരിക്കാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണം. യൂറിയ, പൊട്ടാഷിൻ്റെ അളവ് കൂടിപ്പോവുകയാണെങ്കിൽ പുറം ഇലകൾ കരിഞ്ഞ് തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പം പുറം ഇലകൾ കരിഞ്ഞു തുടങ്ങുമ്പം പല ആൾക്കാരും പല തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്താറുണ്ട്. ചില ആൾക്കാർ രോഗമെന്ന് പറയും.
വൈറസ് രോഗം, ബാക്ടീരിയ രോഗം, ഫംഗസ് രോഗം ഇതെല്ലാം വാഴകൾക്കുണ്ടാകാറുണ്ട്. കൂടുതലും നമ്മുടെ ഈ സാധാരണക്കാരായിട്ടുള്ള കർഷകരുടെ വാഴകളുടെ പുറം ഇലകൾ കരിയുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ വളത്തിൻ്റെ അമിതമായ ഉപയോഗമാണ്. പിന്നെ പെട്ടെന്ന് വാഴ കൂമ്പുകൾ വിരിഞ്ഞിറങ്ങുന്നതും വളത്തിൻ്റെ അമിതമായ യൂറിയ, പൊട്ടാഷ് പോലുള്ള വളങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. അപ്പോൾ ഒരു 100-150 ഗ്രാം അതിന് മേലെ ഒരിക്കലും നമ്മുടെ യൂറിയ, പൊട്ടാഷിൻ്റെ അളവ് ഓരോ സമയത്തും കൂടിപ്പോകരുത്. ഒരു 20-25 ദിവസത്തെ ഇടവേളകളിൽ ഇത് കൊടുത്താൽ മതിയാകും. വാഴയ്ക്ക് പെട്ടെന്നൊരു ഗ്രോത്ത് ഏത് തരത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ നനയ്ക്കുന്ന സമയത്ത് ഒരു കുപ്പിയുടെ അടപ്പിലോ ഒരു തീപ്പട്ടിക്കൂടിലോ ഒരേ അടപ്പ് വീതം യൂറിയയും പൊട്ടാഷും കൂടെ വാഴയ്ക്ക് ചുറ്റിനും ഒന്ന് വിതറി കൊടുത്തിട്ട് നല്ല നന കൊടുക്കുകയാണെങ്കിൽ, ആഴ്ചയിൽ 2 സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ നനയ്ക്കുന്നത്. അപ്പോൾ ആ തരത്തിലൊരു നന കൊടുക്കുകയാണെങ്കിൽ വാഴ പെട്ടെന്ന് വളർന്നു കയറുന്നതിന് ഒരു സാഹചര്യം ഉണ്ടാവും. ഇനി നിങ്ങളുടെ വാഴയുടെ തണ്ടുകളിലെല്ലാം തന്നെ ഒരു തവിട്ട് നിറം പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, വാഴയ്ക്ക് നല്ല രീതിയിൽ പോഷകക്കുറവുണ്ട്. ആ സമയത്ത് നമ്മൾ അർജൻറ്റായിട്ട് പൊട്ടാഷ് കൊടുക്കണം. പൊട്ടാഷ് ചുവട്ടിലിട്ട് നനച്ചു കൊടുത്താലും മതി, അല്ലെങ്കിൽ 19 പോലെയുള്ള വളങ്ങൾ മേടിച്ചതിന് ശേഷം വെള്ളത്തിൽ ലയിക്കുന്നതുണ്ട്. വളരെ ചിലവ് കുറഞ്ഞാണ്, അത് ഇലകളിൽ കൊടുക്കണം. ഇതൊക്കെ നമ്മുടെ തോട്ടത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന മഞ്ചേരി കുള്ളൻ വാഴകളാണ്. നമ്മൾ മറ്റ് വാഴകൾ വയ്ക്കുന്നതിനേക്കാളും ഏറ്റവും പെട്ടെന്ന് വിള ലഭിക്കുന്ന ഒന്നാണ് മഞ്ചേരി കുള്ളൻ. ഈ സമയത്ത്, അതായത് നമ്മൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് കന്നു വെച്ചാലും നമുക്ക് തീർച്ചയായിട്ടും ഓണത്തിന് വിള വിപണിയിൽ കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ 3-4 പടലയൊക്കെ ഉണ്ടാവും, ഒരു 5 പടലയൊക്കെ ഉണ്ടാവും നല്ല വളപ്രയോഗമൊക്കെ നടത്തുകയാണെങ്കിൽ. പക്ഷേ വളപ്രയോഗം 2 തവണ മതി. നമ്മൾ അടിവളം കൊടുത്ത് കന്നു വെച്ച് കന്നൊരു പൊക്കമാവുന്ന സമയത്ത് ചുറ്റിനൊക്കെ ഒന്ന് പറിച്ച് മൂട്ടിയതിന് ശേഷം പിന്നീട് ഒരു വളവും കൂടി കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത്. മഞ്ചേരി കുള്ളൻ വ്യാപകമായിട്ട് FB ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളാണ്. അത് വാഴത്തോപ്പ്, വാഴഗ്രാമം പോലുള്ള ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഇതിൻ്റെ കന്നുകൾ ധാരാളമായിട്ട് ലഭിക്കും. അതിലൊക്കെ ഒരുപാട് വയനാടുള്ള രാജ്യത്ത് എന്നൊക്കെ പറഞ്ഞൊരു കക്ഷിയുണ്ട്, ഇതിൻ്റെ കന്നുകളൊക്കെ ഹോൾസെയിലായിട്ട് നടത്തുന്ന ആളാണ്. ആ പുള്ളിയുടെ അടുത്തു നിന്നാണ് ഞാൻ കന്നു വാങ്ങിയത്. അപ്പോൾ ഈ കന്നുകൾ വച്ച് പൊടിച്ച് ഒരുവിധം വളർച്ചയെത്തിയാൽ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഒരുപാട് കുഞ്ഞു കന്നുകൾ ഈ വാഴയുടെ ചുവട്ടിലുമായിട്ട് പൊട്ടാൻ തുടങ്ങും. അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നതാണ്, ഈ കുഞ്ഞു കന്നുകൾ അവിടെ നിർത്തി വളർത്തിക്കൊണ്ടുവന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത കുല വെട്ടിക്കൂടെ എന്ന്. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ കുഞ്ഞു കന്നുകൾ തീർച്ചയായിട്ടും വലിയ കന്നിൻ്റെ വളർച്ചയെ തടയും. അപ്പം കന്നുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യം പോലെ പിന്നീട് കിട്ടും. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞു കന്നുകൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കാലിനൊന്ന് ചവിട്ടി ഞെരിച്ചു കൊടുക്കണം. ഒരു വാഴയുടെ ചുവട്ടിൽ ഒരു 10 കന്നുണ്ടെങ്കിൽ ആ 10 കന്ന് നിങ്ങൾ കത്തിക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ അതുവഴി ജലം ഒരുപാട് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അതിനെ ചവിട്ടി ഞെരിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോഴും നമ്മൾ പുതിയ കന്നുകളിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ കന്നുകൾ ഏത് സമയത്താണ് വളർത്തേണ്ടതെന്ന് പറഞ്ഞാൽ വാഴക്കുല ഒരു മാസമൊക്കെ ആയി കഴിഞ്ഞ് പിന്നീട് വരുന്ന കന്നുകളെ നമ്മൾ പിന്നെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാം. കാരണം വാഴയ്ക്കകത്ത് വാഴ കുലയായി, കുല നല്ല നീളത്തിന് വന്നു, അതിനകത്ത് കായിനകത്ത് ആഹാരമൊക്കെ നിറഞ്ഞ് പിന്നീട് വരുന്ന കന്നുകൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, അതും അടുത്ത് നിൽക്കുന്ന കന്നുകളല്ല, വാഴയിൽ നിന്നും ദൂരെ നിൽക്കുന്ന കന്നുകൾ നമുക്ക് പുതിയ സസ്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കാവുന്നതാണ്. അതുവരെ ഒരു കാരണവശാലും ഈ കന്ന് നിർത്തരുത്. കന്ന് നിർത്തിയിട്ട് ചില ആൾക്കാർ പറയും, ഇന്നാളൊരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി, അതായത് ഒരു വാഴ കുലച്ച് വരുമ്പോൾ അതിനെ മൂട്ടിൽ നിന്ന് കന്ന് വളർത്തിയതിന് ശേഷം പുതിയൊരു കുല ഉണ്ടാക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് വൻ ലാഭമാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കണ്ടു. സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ മണ്ടത്തരമാണത്. കാരണം കന്ന് പൊടിച്ചു വരുന്ന സമയത്ത് ആ വാഴയ്ക്ക് കിട്ടേണ്ട, ആ കുലയ്ക്ക് നമ്മൾ കിട്ടേണ്ട വെള്ളവും വളവും ആഹാരവും എല്ലാം തന്നെ ആ കന്നുകളിലൂടെ വലിച്ചെടുക്കുന്ന സമയത്ത് ഒന്നിനും ഒരു ഉന്മേഷമില്ലാതെ ആയിട്ട് വരും. എപ്പോഴും നേന്ത്രവാഴയെ സംബന്ധിച്ച് അതിൻ്റെ ചുവട്ടിലെ കന്ന് നിർത്തി അതിൻ്റെ കൊല വെട്ടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് പുതിയ കന്ന് കുഴിയിലേക്ക് വെച്ചതിന് ശേഷം ആ ഒരു കന്ന് വളർത്തിയെടുത്ത് അതിൽ നിന്നും കിട്ടുന്ന കുലയായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. വീട്ടിലുണ്ടാകുന്ന മീനിൻ്റെ വേസ്റ്റുകൾ, പിന്നെ കടലപ്പിണ്ണാക്ക് വേസ്റ്റ് എങ്ങാനും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് കടലപ്പിണ്ണാക്ക് വലിയ വില കൂടുതലാണ്, കഞ്ഞിവെള്ളം, ഇതെല്ലാം ചേർത്ത മിശ്രിതം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് നേർപ്പിച്ച്, ഇതൊന്നും ഒരിക്കലും കട്ടിക്ക് വാഴയുടെ ചുവട്ടിൽ ഒഴിക്കരുത്. ഇതെല്ലാം നന്നായിട്ട് നേർപ്പിച്ച് വാഴയുടെ ചുവട്ടിൽ ഒരു 2 ആഴ്ച കൂടുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ, അടുക്കള വേസ്റ്റുകളെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. പച്ചക്കറി വേസ്റ്റുകളുണ്ടാവും, ചോറിൻ്റെ വേസ്റ്റുകളുണ്ടാകും. ഇതെല്ലാം ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ടതിന് ശേഷം അല്പം പുഴുവൊക്കെ ആയാലും കുഴപ്പമില്ല, വീട്ടിൽ നിന്ന് മാറ്റി വയ്ക്കുക.
ഇതിൻ്റെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ സമയത്ത് നമുക്ക് വാഴകളിൽ കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇന്ന് കൊടുക്കുന്ന വാഴയ്ക്ക് അടുത്ത ദിവസം കൊടുക്കണ്ട. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വളത്തിൻ്റെ പൈസ കൊടുത്തുള്ള വാങ്ങൽ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാനും നല്ല രീതിയിൽ വളപ്രയോഗം നടത്താനും സാധിക്കും. അടുക്കള വേസ്റ്റുകളും ജൈവവളവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വാഴയുടെ വളത്തിൻ്റെ ചിലവ് മാക്സിമം കുറയ്ക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 10 വാഴയ്ക്കെങ്കിൽ 10 വാഴയ്ക്ക്, 20 വാഴയ്ക്കെങ്കിൽ 20 വാഴയ്ക്ക്. അപ്പോൾ നമുക്ക് അത്രത്തോളം പൈസ ചിലവ് കുറഞ്ഞിരിക്കും. എപ്പോഴും രാസവളത്തേക്കാൾ ഏറ്റവും കൂടുതൽ വലിയ വാഴക്കുലകൾ കിട്ടുന്നത് നമുക്ക് ജൈവവളത്തിലാണ്. ജൈവവളമാകുമ്പോൾ 2-3 തവണ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എപ്പോഴും മണ്ണിലുണ്ടാവും. വാഴയ്ക്ക് ഒരു ജൈവമണ്ഡലം ഭൂമിക്ക് അടിയിൽ രൂപപ്പെടുകയും ആ ഒരു ശക്തി കൊണ്ട് വാഴ ഒരു രോഗവുമില്ലാതെ ശക്തമായിട്ട് വളർന്ന് വലിയൊരു കുല ലഭിക്കുകയും ചെയ്യും.